പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 13-ാം വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷ്ണു പുരാണത്തിൻ്റെ 5-ാം അധ്യായത്തിലെ 5-ാം ഭാഗത്തിലെ കഥകൾ തുടരുകയാണ്. പരാശരൻ തുടർന്ന് പറയുന്നു, ഒരു ദിവസം ബലരാമനും കൃഷ്ണനും വീട്ടിൽ ധാരാളം രുചികരമായ മധുര പലഹാരങ്ങൾ പാകം ചെയ്യുന്നത് കണ്ടു. ജിജ്ഞാസയോടും മര്യാദയോടും കൂടി അവർ നന്ദനോടും മറ്റു മുതിർന്നവരോടും ചോദിക്കുന്നു, പിതാവേ, നിങ്ങൾ ഏതു ഉത്സവത്തിനായിട്ടാണ് ഒരുങ്ങുന്നത്? ഏതു ദേവനെയാണ് ആരാധിക്കുന്നത്? അത്തരം ആരാധനയാൽ എന്തു കാര്യമാണ് സാധിക്കാനിരിക്കുന്നത്? അപ്പോൾ നന്ദൻ വിശദീകരിച്ചു, ദേവരാജാവായ ഇന്ദ്രൻ മേഘങ്ങളുടെ ദേവനാണ്. ഇന്ദ്രൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അതിനാൽ ഇന്ദ്രനെ ആരാധിക്കാൻ ഈ വിഭവങ്ങൾ തയ്യാറാക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പിതാവേ, ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും അവരുടെ വിധിയനുസരിച്ച് സുഖങ്ങൾ അനുഭവിക്കുകയോ കഷ്ടതകൾ അനുഭവിക്കുകയോ ചെയ്യുന്നു. ഒരു ദേവനും അത്തരം ഫലങ്ങൾ മാറ്റാൻ കഴിയില്ല. ലോകത്തിലെ പ്രധാന കാര്യം കർമ്മമാണ്. ഒരാൾക്ക് അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് ഫലങ്ങൾ ലഭിക്കുന്നു. ഇന്ദ്രൻ പോലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലമായി ദൈവമായതാണ്. 100 അശ്വമേധ യാഗങ്ങൾ നടത്തുന്ന ആർക്കും ഇന്ദ്രനാകാം. എന്നാൽ കോടിക്കണക്കിന് അശ്വമേധ യാഗങ്ങൾ നടത്തിയാലും വ്രജത്തിൽ തുടരാൻ കഴിയില്ല. മഴ പെയ്യിക്കുക എന്നത് ഇന്ദ്രൻ്റെ കടമയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഇന്ദ്രനെ ആരാധിച്ചില്ലെങ്കിലും അദ്ദേഹം മഴ പെയ്യിക്കണം. എന്നാൽ ദരിദ്രരെ പോറ്റുകയും വസ്ത്രങ്ങളും മറ്റും ദാനങ്ങളും നൽകി അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ ആരാധനയാണ്. അവരുടെ അനുഗ്രഹത്താൽ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും. ഈ എല്ലാ വസ്തുതകളും ഉപയോഗിച്ച് നമ്മൾ ഗിരിരാജൻ ഗോവർദ്ധനനെ ആരാധിക്കുകയും ദരിദ്രർക്കിടയിൽ പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ ആത്മാക്കൾ തൃപ്തരാവുകയും നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു. എല്ലാ ആളുകളും ഐക്യത്തോടെ ആരാധിക്കണം. ഐക്യത്തോടെ പ്രസാദം സ്വീകരിക്കുകയും വേണം. എൻ്റെ ആഗ്രഹം പോലെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളുടെ അഹങ്കാരിയായ ദൈവത്തെ ആരാധിക്കുകയോ അവൻ്റെ പ്രസാദം സ്വീകരിക്കുകയോ ചെയ്യില്ല. കൻഹയുടെ ബുദ്ധിപരമായ യുക്തി ബോധ്യപ്പെട്ട എല്ലാ ഗോപാലകന്മാരും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. നന്ദൻ പറഞ്ഞു, കൃഷ്ണ പുത്ര, ഈ തയ്യാറെടുപ്പുകളെല്ലാം ഞങ്ങൾ നടത്തുന്നത് നിനക്ക് വേണ്ടിയാണ്. നീ പറയുന്നത് പോലെ ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങൾ ഗോവർദ്ധനത്തെ ആരാധിക്കും. ഞങ്ങൾക്ക് ഗോവർദ്ധൻ ഒരു ദൈവത്തെ പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പുല്ല്, വെള്ളം, അന്നം മുതലായവ നൽകുന്നു. അങ്ങനെ ഭഗവാന്റെ സമ്മതത്തോടെ അവർ ഇന്ദ്രനെ ആരാധിക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് ഗോവർദ്ധനത്തെ വിശ്വസ്തയോടെ ആരാധിക്കാൻ തീരുമാനിച്ചു. കാർത്തിക മാസത്തിലെ, അതായത് തുലാം മാസത്തിലെ പൗർണമി ദിനത്തിൽ വ്രജമേഖലയിലെ എല്ലാ ഗോപാലകന്മാരും ഗോവർദ്ധന പർവ്വതത്തിനു സമീപം ഒത്തുകൂടി. രാത്രിയിൽ എല്ലാവരും പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു. ഭഗവാൻ തൻ്റെ ആഗ്രഹപ്രകാരം ഗംഗയെ ആവാഹിക്കുകയും ഗോവർദ്ധനത്തെ അവളുടെ ജലം കൊണ്ട് കുളിപ്പിക്കുകയും ചെയ്തു. അവരതിൽ സിന്ദൂരം ചാർത്തി തുളസി ഇലകൾ, പൂക്കൾ എന്നിവ അർപ്പിച്ച് പർവ്വതത്തെ ആരാധിച്ചു. ബ്രാഹ്മണർ സ്തുതിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾ ചൊല്ലി. ആളുകളെ അവരുടെ ആചാരങ്ങളിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നതിനായി ഭഗവാൻ കൃഷ്ണൻ തന്നെ വലിയ രൂപത്തിൽ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഗിരിരാജനാണ്, അതായത് പർവ്വതത്തിൻ്റെ രാജാവ്. അതോടെ ആളുകൾ പൂർണ്ണ വിശ്വാസത്തോടെ തങ്ങളുടെ വഴിപാടുകൾ ആരംഭിച്ചു. എന്നാൽ അപ്പോഴും ഒരു കുട്ടിയായി തന്നെ ഭഗവാൻ പർവ്വതത്തിന് മുന്നിൽ വിശ്വസ്തയോടെ വണങ്ങി നിൽക്കുന്ന ഗ്രാമവാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ നിന്നുകൊണ്ട് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ ലോകരെ, ഗിരിരാജൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് നമുക്ക് അനുഗ്രഹം നൽകി. അദ്ദേഹം നമ്മുടെ ആരാധന സ്വീകരിച്ചു. അവിടെ വെച്ച് എല്ലാ ഗോപാലകന്മാരും പരസ്പരം പ്രസാദം വിതരണം ചെയ്ത് അത്യധികം സംതൃപ്തരാകുന്നു. അതോടെ ഗോപാലകന്മാർ തന്നെ ആരാധിക്കുന്നത് നിർത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഇന്ദ്രൻ കോപാകുലനായി. കോപത്തിനാൽ വ്രജത്തിന് മുകളിൽ മഴ പെയ്യിക്കാനും വ്രജമേഖലയിൽ കനത്ത വെള്ളപ്പൊക്കം ഉണ്ടാക്കാനും അദ്ദേഹം മേഘങ്ങളോട് ആജ്ഞാപിച്ചു. താമസിയാതെ വ്രജത്തിന് മുകളിൽ ഇടതൂർന്ന മേഘങ്ങൾ തടിച്ചുകൂടി. പെട്ടെന്ന് ചുറ്റും മിന്നലും ഇടിയും ഇരുട്ടും കൊടുങ്കാറ്റും ഉണ്ടായി. തുടർന്ന് കനത്ത പേമാരി പെയ്യാൻ തുടങ്ങി. എല്ലാ മാലോകരും ഭഗവാൻ കൃഷ്ണനിൽ അഭയം പ്രാപിച്ചു. ഇന്ദ്രന്റെ കോപത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ ഭഗവാനോടവർ പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, എന്നെ അവരുടേതായി കരുതുന്നവർ എൻ്റേതാണ്, ഞാൻ അവരുടേതുമാണ്. അതിനാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. പറഞ്ഞു തീരും മുൻപേ ഭഗവാൻ ഗിരിരാജനെ സ്വന്തം ചെറുവിരലിൽ ഉയർത്തി അതിൻ്റെ അടിയിലേക്ക് സകല വ്രജജനങ്ങളെയും അവരുടെ കന്നുകാലികളെയും വിളിച്ചു. പിന്നെ തൻ്റെ ചക്രമായ സുദർശനത്തോട് മേഘങ്ങളിലെ വെള്ളം ഒരു തുള്ളി പോലും ഭൂമിയിൽ പതിക്കാതിരിക്കാൻ വലിച്ചെടുക്കുവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ 7 ദിവസം തുടർച്ചയായി ഭഗവാൻ ഗോവർദ്ധനത്തെ ചെറുവിരലിൽ സന്തുലിതമാക്കി. അതിനാൽ ഭഗവാൻ കൃഷ്ണൻ ഗിരിധാരി അഥവാ ഗിരിധരൻ എന്നും അറിയപ്പെട്ടു. അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരുന്ന ആളുകൾ ഭഗവാന്റെ ചന്ദ്രനെ പോലെയുള്ള മുഖം കണ്ടുകൊണ്ടിരുന്നു. അതിനാൽ അവർക്ക് വിശപ്പോ ദാഹമോ തോന്നിയില്ല.
വാസ്തവത്തിൽ ആ 7 ദിവസങ്ങളിൽ ആളുകൾക്ക് ലഭിച്ച സൗകര്യങ്ങൾ വാക്കാലുള്ളതും അപ്പുറമാണ്. ഭഗവാൻ ഒരു കൈയിൽ ഗോവർദ്ധനത്തെയും മറു കൈയിൽ ശംഖും വഹിച്ച് ശേഷിക്കുന്ന 2 കൈകൾ കൊണ്ട് ഓടക്കുഴൽ വായിക്കുവാനും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ നാദം കേട്ട് വ്രജവാസികളെല്ലാം സന്തോഷാധിക്യത്താൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. മഴ നിലച്ചതിന് ശേഷം എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുന്നു. വ്രജത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇന്ദ്രൻ അറിഞ്ഞപ്പോൾ തൻ്റെ തെറ്റ് പെട്ടെന്നുണർന്നു. ഇന്ദ്രൻ സ്വയം വ്രജത്തിലെത്തി മാപ്പ് ചോദിച്ചു. ശേഷം സുരഭി പശുവിൻ്റെ പാൽ കൊണ്ട് ഭഗവാനെ ആചാരപരമായി അഭിഷേകം നടത്തി. പശുക്കളെ സംരക്ഷിക്കുന്നതിനാൽ ഭഗവാന് ഗോവിന്ദൻ എന്ന മറ്റൊരു പേരും ലഭിച്ചു. തുടർന്ന് പരാശരൻ കാമദേവന്റെ അപമാനത്തിൻ്റെ കഥ മൈത്രേയനോട് വിവരിച്ചു. ഇക്കഥ വിവരിച്ചതിൻ്റെ ഉദ്ദേശ്യം ഗോപികമാർക്ക് ഭഗവാൻ കൃഷ്ണനോടുള്ള നിസ്വാർത്ഥ സ്നേഹത്തെക്കുറിച്ച് സാധാരണക്കാർ ചിന്തിക്കുകയും ദൈവത്തിന് അവരോടുള്ള സ്നേഹം അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ്. ബ്രഹ്മാവിനെയും മറ്റു ദേവന്മാരെയും കീഴടക്കിയതിനു ശേഷം കാമദേവന്റെ അഹങ്കാരം അതിരു കടന്നിരുന്നു. അതിനാൽ യുദ്ധത്തിനായുള്ള തൻ്റെ ദാഹം ശമിപ്പിക്കാൻ അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു. ശൈത്യകാലത്തിന് മുൻപുള്ള ശരത് പൂർണിമ രാത്രിയിൽ വൃന്ദാവനം സന്ദർശിക്കാൻ ഭഗവാൻ കാമദേവനെ ക്ഷണിച്ചു. ആ ദിവ്യരാത്രിയിൽ കോടിക്കണക്കിന് ഗോപികമാരുടെ കൂട്ടായ്മ ആസ്വദിക്കാമെന്ന് അദ്ദേഹത്തോട് പറയുന്നു. അവരിൽ ആർക്കെങ്കിലും എന്നോട് അല്പമെങ്കിലും അഭിനിവേശം തോന്നിയാൽ നിങ്ങൾ വിജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പരാജിതനാകും. ആ രാത്രിയിൽ വ്യക്തിഗതമായ മായയുടെ സഹായത്തോടെ രാസലീലയുടെ ഒരു നിശ്ചയത്തോടെ ഭഗവാൻ കൃഷ്ണൻ അതിന് കൂടുതൽ ദിവ്യത്വവും തിളക്കവും നൽകി. ആ ഉദ്ദേശത്തിന് അനുയോജ്യമായ ഒരു രാത്രിയായിരുന്നത്. വൃന്ദാവനത്തിൽ പൂക്കൾ വിരിഞ്ഞു, പൂർണ്ണചന്ദ്രൻ പ്രകാശിച്ചു, യമുന നദിയുടെ തീരത്ത് നിന്ന് സൗമ്യവും കുളിർമയുള്ളതുമായ കാറ്റ് വീശി. ഈ ഉത്തേജകമായ അന്തരീക്ഷത്തിനിടയിൽ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഓടക്കുഴലിൽ ഒരു മോഹിപ്പിക്കുന്ന ഈണം മീട്ടി. ആ ഗാനം ഗോപികമാരെ ആകർഷിച്ചു. അവരുടെ അഭിനിവേശം അതിൻ്റെ പാരമ്യത്തിലെത്തി. ഭഗവാൻ കൃഷ്ണനോടുള്ള സ്നേഹത്തിൻ്റെ സ്വാധീനത്താൽ മയക്കത്തിലാഴുന്നതുപോലെ അവരെല്ലാം ഭയം, ബന്ധനം, ക്ഷമ, ലജ്ജ എന്നിവയെല്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട കൻഹയ്യെ കാണാൻ ഓടി. അവരിൽ ചിലരെ അവരുടെ ഭർത്താക്കന്മാർ തടഞ്ഞു നിർത്തി വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി. എന്നാൽ അവരുടെ ഭൗതിക ശരീരം മാത്രം നിശ്ചലമായി. അവരുടെ ആത്മാക്കൾ വൃന്ദാവനത്തിലെത്തുന്നു. യമുനയുടെ തീരത്തുള്ള വൃന്ദാവനത്തിൽ ഗോപികമാർ തങ്ങൾക്ക് പരിചിതമായ കദംബ വൃക്ഷത്തിനടുത്ത് വൃന്ദാവന വിഹാരിയെ കണ്ടു. യോഗാമയ എല്ലാ ഗോപികമാരെയും അടിമുതൽ മുടിവരെ അലങ്കരിച്ചു. വാസ്തവത്തിൽ ആ ഗോപികമാർ സാധാരണ സ്ത്രീകളല്ലാതെയായി. അപ്പോൾ മൈത്രേയമുനി പരാശരനോട് ചോദിച്ചു, ഗോപികമാർ കൃഷ്ണനെ പരബ്രഹ്മമായി കണക്കാക്കിയിരുന്നില്ല. അതിനാൽ തന്നെ അവരുടെ അഭിനിവേശത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം എന്തായിരുന്നു? പരാശരൻ മറുപടി പറഞ്ഞു, ശിശുപാലനെ പോലെയുള്ള ഒരു നികൃഷ്ട വ്യക്തിക്ക് പരമോന്നത സ്ഥാനം ലഭിക്കുമ്പോൾ ഭഗവാനോട് ഇത്രയധികം അഭിനിവേശമുള്ള ഗോപികമാർക്ക് യാതൊരു സംശയവും വേണ്ടതില്ല. അങ്ങനെ ഗോപികമാർ എത്തി കൃഷ്ണന്റെ ചുറ്റും കൂടി. ആഗതരായവരുടെ ഭക്തി പരീക്ഷിക്കാനും കാമദേവന്റെ തന്നോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുവാനുമായി കൃഷ്ണൻ ചോദിച്ചു, അല്ലയോ ഗോപികമാരെ, പരിശുദ്ധകളെ, ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ തങ്ങുന്നത് ഉചിതമല്ല. തിരിച്ചുപോയി നിങ്ങളുടെ ഭർത്താക്കന്മാരെ സേവിക്കുക. നിങ്ങളുടെ യഥാർത്ഥ കടമ എന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും പശുക്കളെയും സേവിക്കലാണ്. അവർ നിങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പോയി അവരെ ആശ്വസിപ്പിക്കുക. കേട്ടുകൊണ്ടും പാരായണം ചെയ്തുകൊണ്ടും കണ്ടുകൊണ്ടും നിങ്ങൾക്ക് എന്നെ അറിയാൻ കഴിയും. നിങ്ങൾ ഇവിടെ തങ്ങേണ്ടതില്ല. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുക. ഗോവിന്ദ, എല്ലാ ലൗകിക മോഹങ്ങളും ഉപേക്ഷിച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. തിരികെ പോകുന്നത് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ കാൽക്കൽ ഇരുന്നിട്ടും ആരെങ്കിലും ലൗകിക കാര്യങ്ങളിലേക്ക് തിരിച്ചുപോയാൽ അത് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമാണ്. ഗോപികമാരുടെ ദിവ്യ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഈ വാക്കുകൾ. അദ്ദേഹം അവരുടെ സഹവാസം ആസ്വദിക്കാൻ തുടങ്ങി. എന്നാൽ ഭഗവാന്റെ സാമീപ്യം കാരണം ഗോപികമാരുടെ മനസ്സിൽ ഒരു അഹങ്കാരം നുഴഞ്ഞു കയറി. അവർ തങ്ങളെ തന്നെ വളരെ വളരെ ഭാഗ്യവതികളായി കരുതി. അവരുടെ ആ അഹങ്കാരം ഇല്ലാതാക്കാൻ ഭഗവാൻ അവരുടെ ഇടയിൽ നിന്നും അപ്രത്യക്ഷനായി. ഭഗവാൻ അപ്രത്യക്ഷനായതിനു ശേഷം ഗോപികമാർ ആശയക്കുഴപ്പത്തിലാകുന്നു. അവരുടെ ഹൃദയങ്ങൾ വിരഹത്താൽ ജ്വലിച്ചു. അവർ തങ്ങളുടെ മുഴുവൻ ആത്മാക്കളെയും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ പൂർണ്ണമായും കൃഷ്ണ സ്നേഹത്തിൽ ലയിച്ചു. അങ്ങനെ അഭിനിവേശത്താൽ പ്രേരിതയായി ഗോപികമാർ ഭഗവാൻ കൃഷ്ണനെ അന്വേഷിക്കാൻ തുടങ്ങി. തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ സ്ഥാനം അറിയാൻ അവർ മരങ്ങളോടും വള്ളിച്ചെടികളോടും സസ്യങ്ങളോടും അന്വേഷിക്കുന്നു. അന്വേഷണത്തിനിടെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ഒരിടത്ത് ദൃശ്യമായി. രാധയുടെ കാൽപ്പാടുകളും അതിനെ അനുഗമിക്കുന്നു. അപ്പോൾ അവർ ചിന്തിച്ചു, തീർച്ചയായും ഭഗവാൻ അവളെ, ആ മഹാഭാഗ്യവതിയെ സ്വന്തം തോളിൽ വഹിക്കുമായിരുന്നു. ഗോപികമാർക്കിടയിൽ നിന്നും അപ്രത്യക്ഷനായതിനു ശേഷം ഭഗവാൻ രാധയെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവൾ മറ്റു ഗോപികമാരേക്കാൾ ശ്രേഷ്ഠയാണെന്ന ബോധം അവരിൽ ഉണ്ടായി. അങ്ങനെ പോകുന്നതിനിടെ ഒരിടത്ത് വെച്ചവൾ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നില്ല.
എൻ്റെ ഇളം പാദങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. ദയവായി അങ്ങനെ തോളിൽ കയറ്റി അങ്ങ് ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുപോവുക. അവളുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഭഗവാൻ കൃഷ്ണൻ അവളെ തോളിൽ വഹിക്കാൻ സമ്മതിച്ചു. എന്നാൽ അവളങ്ങനെ സവാരി ചെയ്യാൻ തുടങ്ങവേ ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഇപ്പോൾ രാധ സങ്കടപ്പെട്ടും വിലപിച്ചും ബോധം നശിച്ചു വീണു. അതേസമയം മറ്റു ഗോപികമാർ അവിടെ എത്തുകയും ബോധരഹിതയായി കിടക്കുന്ന രാധയെ കാണുകയും ചെയ്യുന്നു. രാധയുൾപ്പെടെ എല്ലാവരും യമുനയുടെ തീരത്തേക്ക് മടങ്ങി കൃഷ്ണന്റെ വരവിനായി കാത്തിരിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ട ഗോപികമാർ കണ്ണുനീർ പൊഴിച്ചപ്പോൾ കൃഷ്ണന്റെ ക്ഷമ നശിച്ചു. അവരുടെ അവസ്ഥയിൽ ഹൃദയം ഉരുകി. അദ്ദേഹം അവരുടെ ഇടയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. മനോഹരമായ ആ മുഖത്ത് ഒരു മധുര പുഞ്ചിരി മിന്നിമറഞ്ഞു. കൃഷ്ണൻ വൈജയന്തി പുഷ്പങ്ങൾ കൊണ്ട് കൊരുത്ത മാലയും മഞ്ഞ വസ്ത്രങ്ങളും ധരിച്ചിരിക്കുന്നു. ആ സൗന്ദര്യം കാമദേവനെപ്പോലും സ്പർശിക്കുമായിരുന്നു. അവർക്കിടയിൽ വീണ്ടും തങ്ങളുടെ പ്രിയപ്പെട്ട കൻഹയെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗോപികമാർക്ക് ഒരു പുതുജീവൻ ലഭിച്ചു. അവരെല്ലാം ഭഗവാനെ ആലിംഗനം ചെയ്യുവാൻ തുടങ്ങിക്കൊണ്ട് അവരുടെ ശരീരങ്ങളെ ദഹിപ്പിച്ചുകൊണ്ടിരുന്ന വേർപാടിൻ്റെ അഗ്നിയെ അണച്ചു. അതിനുശേഷം വൃന്ദാവനത്തിലെ സുന്ദരികൾക്കൊപ്പം ഭഗവാൻ യമുനാ തീരത്തെത്തി. പ്രശ്നപരിഹാരത്തിനെന്നോണം ഗോപികമാർ അവരുടെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുൻപാകെ സമർപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹമായ ശാരീരിക സ്നേഹത്തിന് ഞാൻ പ്രതിഫലം നൽകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസാക്ഷി എപ്പോഴും എന്നിൽ മുഴുകിയിരിക്കുന്നത്. അതിനാൽ കണ്ടുമുട്ടിയതിനു ശേഷവും നിങ്ങൾക്ക് എന്നിൽ പൂർണ്ണമായ ലയനം അനുഭവപ്പെടാൻ ഞാൻ മറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ വാക്കുകളിൽ നിന്ന് ഗോപികമാർ വേർപിരിയലിൻ്റെ വേദനകൾ മറന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം കാരണം അവരുടെ ജീവിതം ഇപ്പോൾ വിജയകരമായിരിക്കുന്നു. ആ ഗോപികമാരോടൊപ്പം ഭഗവാൻ കൃഷ്ണൻ യമുനാ നദി എന്ന പുണ്യനദിയുടെ തീരത്ത് മഹാരാസലീലകൾ ആരംഭിച്ചു. ആ ദിവ്യോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ എല്ലാ ദേവന്മാരും ആകാശത്ത് ഒത്തുകൂടി. ഗോപികമാർ ലക്ഷ്മിയേക്കാൾ ഭാഗ്യം സിദ്ധിച്ചവരായി തീർന്നു. എന്നാൽ തങ്ങളുടെ സർവ്വവും അദ്ദേഹത്തിനായി സമർപ്പിക്കാൻ ആഗ്രഹിച്ച കോടിക്കണക്കിന് ഗോപികമാർക്കിടയിലും ഭഗവാൻ ആഗ്രഹങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു. അങ്ങനെ ഭഗവാൻ കാമദേവനെപ്പോലും പരാജയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കി. പരാശരൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരിക്കൽ ശിവരാത്രി ദിനത്തിൽ നന്ദനും മറ്റെല്ലാ ഗോപാലകന്മാരും കുടുംബസമേതം വണ്ടിയിൽ കയറി ഒരു തീർത്ഥാടന യാത്രയ്ക്കായി അംബികാ വനത്തിലെത്തി. അവിടെ വെച്ചവർ സരസ്വതി നദിയിൽ കുളിച്ച് ഭക്തിപൂർവ്വം ശിവനെയും പാർവതിയെയും ആരാധിച്ചു. അവർ പകൽ മുഴുവൻ ഉപവസിക്കുകയും സരസ്വതി നദിയുടെ തീരത്ത് രാത്രി തങ്ങുവാനും തീരുമാനിച്ചു. എന്നാൽ ഒരു വലിയ പെരുമ്പാമ്പ് ആ സ്ഥലത്ത് വസിച്ചിരുന്നു. രാത്രി പെരുമ്പാമ്പ് പുറത്തിറങ്ങി നന്ദൻ്റെ കാലിൽ പിടികൂടി. അദ്ദേഹം ഉറക്കെ നിലവിളിച്ചു. എല്ലാ ഗോപാലകന്മാരും അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. വീണ്ടും അദ്ദേഹം നിലവിളിക്കുന്നു, കൻഹയ്യ, ഈ പാമ്പ് എന്നെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങുന്നു, എന്നെ രക്ഷിക്കൂ. ഓടിയെത്തിയ ഭഗവാൻ തൻ്റെ കാലുകൊണ്ട് പെരുമ്പാമ്പിനെ സ്പർശിച്ചയുടൻ അത് അപ്രത്യക്ഷമായി. പകരം ഒരു ദിവ്യരൂപിയായ ഒരു മനുഷ്യനവിടെ പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ ഭഗവാനെ, ഞാൻ സുദർശനൻ എന്ന വിദ്യാധരനായിരുന്നു. എൻ്റെ സൗന്ദര്യത്തിലും യൂത്വത്തിലും ആഡംബരത്തിലും സുഖസൗകര്യത്തിലും ഞാൻ വളരെയധികം ആസക്തനായിരുന്നു. അതോടൊപ്പം മറ്റുള്ളവരെ അപമാനിക്കാറുമുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അംഗിരസ മുനിയുടെ വിരൂപമായ രൂപത്തെ പുച്ഛിച്ചിരുന്നു. അതിൽ ക്ഷുഭിതനായ അദ്ദേഹം എന്നെ ഒരു പെരുമ്പാമ്പായി മാറാൻ ശപിച്ചു. എൻ്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞതിൽ സന്തുഷ്ടനായ മുനി, ഭഗവാൻ നിന്നെ സ്പർശിക്കുമ്പോൾ നിന്റെ യഥാർത്ഥ രൂപം വീണ്ടെടുക്കുമെന്ന് ശാപമോക്ഷം നൽകി. ഇത്രയും അറിയിച്ചതിന് ശേഷം സുദർശനൻ ഭഗവാനെ വലം വെച്ച് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ അനുമതിയോടെ തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി. മറ്റൊരു വസന്തകാലത്ത് ഭഗവാൻ വൃന്ദാവനത്തിലെത്തി. അവിടെ അദ്ദേഹം ഗോപികമാരോടൊപ്പം വസന്തകാലത്തിലെ രാസലീലയിൽ പങ്കെടുത്തു. രാസലീലയിൽ തന്നെ ശങ്കുർ എന്ന അസുരൻ ഗോപികമാരിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനാൽ തന്നെ ഗോപികമാർ ഒരു തിക്കും തിരക്കിൽപ്പെട്ടു. അവരുടെ ശബ്ദം കേട്ട ഭഗവാൻ കൈകളിൽ ഒരു വലിയ സാലവൃക്ഷവുമായി അസുരൻ്റെ പിന്നാലെ ഓടി. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം അസുരനെ മറികടന്ന് ഒറ്റ അടിക്ക് അസുരനെ കൊന്നു. ആ അസുരൻ്റെ തലയിൽ നിന്ന് ഒരു രത്നം എടുത്ത് ബലരാമന് നൽകി. ഒരിക്കൽ കംസൻ അരിഷ്ടാസുരൻ എന്ന അസുരനെ വൃന്ദാവനത്തിലേക്ക് അയച്ചു. ആ അസുരൻ ഒരു കാളയുടെ വേഷത്തിൽ അവിടെ എത്തുന്നു. ആ കാള വൃന്ദാവനത്തിലെത്തി മാലോകരെ ഭയവിഹുലരാക്കി. കാളയെ കണ്ട ബലരാമൻ കൃഷ്ണനോട് പറഞ്ഞു, കൻഹയ്യ, ഇത്രയും വലിയ ഒരു കാളയെ ഞാൻ മുൻപ് കണ്ടിട്ടേയില്ല. എല്ലാ ആളുകളും സഹായത്തിനായി നിലവിളിക്കാൻ തുടങ്ങി. ഭഗവാൻ അവരെ ആശ്വസിപ്പിക്കുകയും കാളരാക്ഷസനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഹേ വിഡ്ഢി, നീ എന്തിനാണ് ഈ പശുക്കളെയും ഗോപാലകരെയും ഭയപ്പെടുത്തുന്നത്? ഞാൻ നിന്റെ അഹങ്കാരം തകർക്കാൻ പോകുന്നു. ഭഗവാന്റെ വെല്ലുവിളി അസുരനെ പ്രക്ഷുബ്ധനാക്കി. കോപത്തോടെ അവൻ്റെ കുളമ്പുകൾ നിലത്ത് ശക്തമായി ഊന്നി ദൈവത്തെ ആക്രമിച്ചു. കുത്തിമറിക്കാൻ ആഞ്ഞെത്തി. എന്നാൽ ഭഗവാൻ ആ കൊമ്പുകളിൽ പിടിമുറുക്കി പിന്നിലേക്ക് തള്ളി. അസുരനെ ചവിട്ടി ഭഗവാൻ നിമിഷങ്ങൾക്കുള്ളിൽ കൊന്നു. അരിഷ്ടാസുര വധത്തിന് ശേഷം ദേവർഷി നാരദൻ കംസനെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു,
ഓ കംസ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ പെൺകുട്ടി വാസ്തവത്തിൽ യശോദയുടെ മകളാണ്. വൃന്ദാവനത്തിൽ താമസിക്കുന്ന കൃഷ്ണനും ബലരാമനും യഥാക്രമം ദേവകിയുടെയും രോഹിണിയുടെയും മക്കളാണ്. നിങ്ങളോടുള്ള ഭയം നിമിത്തം വസുദേവൻ അവരെ തൻ്റെ സുഹൃത്തായ നന്ദൻ്റെ മേൽനോട്ടത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആ 2 ആൺകുട്ടികളും നിങ്ങൾ അയച്ച അസുരന്മാരെ കൊന്നു. ഈ വാക്കുകൾ കേട്ട് കംസൻ കോപത്താൽ വിറച്ചു. വസുദേവനെയും ദേവകിയെയും വീണ്ടും ജയിലിലടച്ചു. അതിനുശേഷം കംസൻ തൻ്റെ മന്ത്രിയായ അക്രൂരനെ വിളിച്ച് വൃന്ദാവനത്തിലേക്ക് ഉടൻ പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. അക്രൂരജി, നീ എൻ്റെ പഴയ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ്. വൃന്ദാവനത്തിൽ പോയി നന്ദൻ്റെ വീട്ടിൽ താമസിക്കുന്ന വസുദേവൻ്റെ പുത്രന്മാരെ കൊണ്ടുവരിക. ധനുഷ് യജ്ഞൻ്റെ ഉത്സവങ്ങൾ കാണുവാനായി അവരെ മധുര സന്ദർശിക്കാൻ ക്ഷണിക്കുക. അക്രൂരന് കംസൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിലായി. പക്ഷേ അതിന് വിസമ്മതിച്ചാൽ ഈ അസുരൻ തന്നെ കൊല്ലുമെന്ന് ഭയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വൃന്ദാവനം സന്ദർശിക്കാനും ദൈവത്തെ കാണാനുള്ള അവസരം ഉണ്ടാക്കാനും തീരുമാനിച്ചു. അതിനെക്കുറിച്ചുള്ള വെറും ചിന്തയിൽ തന്നെ അയാൾക്ക് അമിത ഭ്രമം തോന്നി. അടുത്ത ദിവസം അദ്ദേഹം വൃന്ദാവനത്തിലെ തൻ്റെ പരമേശ്വരനെ സന്ദർശിക്കാൻ ഒരു വലിയ സ്വർണ്ണരഥത്തിൽ കയറി. ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് പോവുകയായിരുന്നു. ഭഗവാനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതിനാൽ ഞാൻ ഏറ്റവും ഭാഗ്യവാനാണെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ പലതരം ഭക്തിവികാരങ്ങളിൽ അഭിരമിച്ച അക്രൂരൻ വൃന്ദാവനത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് തന്നെ രഥത്തിൽ നിന്നിറങ്ങി നടക്കുവാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണൻ സഞ്ചരിച്ച വൃന്ദാവന ഭൂമിയിൽ രഥത്തിൽ കയറുന്നത് അനീതിയാണെന്ന് അയാൾ സ്വയം വിലയിരുത്തി. വൃന്ദാവനത്തിലെത്തിയപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണനും ബലരാമനും അവരുടെ കന്നുകാലികളെ മേച്ചിൽ പുറത്തേക്ക് നയിച്ചുകൊണ്ട് പോകുവാൻ ഒരുങ്ങുകയായിരുന്നു. അവരെ കണ്ട മാത്രയിൽ അക്രൂരൻ അവരുടെ കാൽക്കൽ വീണു. 2 സഹോദരന്മാരും ചേർന്ന് അക്രൂരനെ പിടിച്ചുയർത്തി അമ്മാവ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അക്രൂരന് അവിടെ ഊഷ്മളമായ സ്വീകരണവും ശുശ്രൂഷയും ലഭിച്ചു. അത്താഴത്തിന് ശേഷം എല്ലാവരും നന്ദൻ്റെ സ്വീകരണ മുറിയിൽ ഒത്തുകൂടി. നന്ദൻ അദ്ദേഹത്തോട് ആഗമനത്തിൻ്റെ ഉദ്ദേശം അന്വേഷിച്ചു. കംസൻ മധുരയിൽ ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിക്കുകയാണ്. വലുതും ചെറുതുമായ എല്ലാ രാജാക്കന്മാരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. കൃഷ്ണനും ബലരാമനോടുമൊപ്പം അങ്ങയെയും ക്ഷണിക്കാനായി വന്നതാണ് ഞാൻ. മനോഹരമായ മധുരനഗരം കാണേണ്ടത് തന്നെയാണ്. അക്രൂരൻ്റെ സംസാരത്തിൽ നന്ദൻ സന്തുഷ്ടനായി. കംസരാജാവിൽ എനിക്ക് വലിയ ബഹുമാനം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം രാജാക്കന്മാർക്ക് മാത്രമേ ക്ഷണം അയച്ചിട്ടുള്ളൂ. എന്നാൽ എന്നെയും എൻ്റെ മക്കളെയും വിളിക്കാൻ ഒരു സ്വർണ്ണരഥം അയച്ച് സ്വന്തം മന്ത്രിയെ തന്നെ അയച്ചിരിക്കുന്നു. വൃന്ദാവനത്തിൽ നിന്നും അടുത്ത ദിവസം എല്ലാ ആളുകളും മധുരയിലേക്ക് പോകുമെന്നും അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ കാണുമെന്നും നന്ദൻ പ്രഖ്യാപിച്ചു. കൃഷ്ണൻ മധുര സന്ദർശിക്കാൻ വൃന്ദാവനം വിട്ടു പോകുന്നതായി കേട്ടപ്പോൾ ഗോപികമാർ ദുഃഖിതരാവുകയും വിലപിക്കുകയും ചെയ്തു. ആ വാർത്ത കേട്ടവർ വളരെയധികം അസ്വസ്ഥരായി. സൂര്യോദയത്തിന് മുൻപ് അവരുടെ ജീവിതം അവസാനിക്കുമെന്നവർക്ക് തോന്നി. ദയയില്ലാത്ത ഒന്നാണ് വിധി എന്നതിനാൽ അവർ സ്വയം ശപിക്കാൻ തുടങ്ങി. വിധി ആദ്യം അവരുടെ പ്രിയപ്പെട്ട കൻഹയുമായി അടുത്ത ബന്ധം പുലർത്താൻ അവർക്ക് അവസരം നൽകി. ഇപ്പോൾ വിധിയിനാൽ അവനിൽ നിന്നും വളരെ കാലം വേർപിരിയാൻ കാരണമാകുന്നു. ചില ഗോപികമാർ മരണത്തിനായി യാചിച്ചു. കാരണം കൻഹയ്യനില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്നവർക്ക് തോന്നി. എല്ലാ ഗോപികമാരും രാത്രിയിലുടനീളം സ്വയം ശപിച്ച് വിലപിച്ചു കൊണ്ടിരുന്നു. അമ്മ യശോദ പിറ്റേന്ന് അതിരാവിലെ ഉണർന്നു. അവർ പഞ്ചസാര മിഠായികൾ ചേർത്ത വെണ്ണ കൃഷ്ണന് കൊടുക്കുവാൻ കൊണ്ടുപോയി. എന്നാൽ അവിടെ കൃഷ്ണനും ബലരാമനും മധുരയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നതായി അവൾ കണ്ടു. അവർ അമ്മയുടെ കാൽക്കൽ തൊട്ട് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങൾ മധുരയിലേക്ക് പോകുന്നു. ആ വാക്കുകൾ യശോദയെ അസ്വസ്ഥയാക്കി. അവൾ ഓടിച്ചെന്ന് അക്രൂരൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആശ്രിതയാണ്. ഹേ അക്രൂരരെ, ദയവായി എൻ്റെ പ്രിയ പുത്രന്മാരെ മധുരയിലേക്ക് കൊണ്ടുപോകരുത്. അവർ എൻ്റെ ഹൃദയത്തിൽ നിന്നും വേർപെടുത്താൻ കഴിയാത്തവരാണ്. കംസൻ എന്തിനാണ് ഇവരെ മധുരയിലേക്ക് വിളിപ്പിച്ചത്? അക്രൂരരെ, നിങ്ങൾ പോയി അദ്ദേഹത്തോട് ഞങ്ങളുടെ സർവസ്വവും എടുത്തുകൊള്ളുവാൻ പറയൂ. എന്നിട്ടെങ്കിലും ഞങ്ങളുടെ മക്കളെ വെറുതെ വിടൂ. ഞങ്ങൾ കാരാഗൃഹവാസം അനുഭവിക്കുവാനും തയ്യാറാണ്. എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെടുത്തുവാൻ കഴിയില്ല. അപ്പോൾ അക്രൂരൻ യശോദയെ ആശ്വസിപ്പിച്ചു. സഹോദരി, വിഷമിക്കേണ്ട. ഈ 2 സഹോദരങ്ങളും മധുരയിലെ ആഘോഷങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ഉടൻ അവർ മടങ്ങി വരും. സമാധാനമാകാതെ യശോദ പറഞ്ഞു, അക്രൂരജി, മധുര സുവർണ നഗരമാണ്. എൻ്റെ മക്കൾ നല്ല ചെറുപ്പമാണ്. അവരവിടെ വരേണ്ട യാതൊരു കാരണവുമില്ലല്ലോ. നന്ദൻ്റെയും യശോദയുടെയും പാദങ്ങളിൽ തൊട്ട് സഹോദരന്മാർ വന്ദിച്ചു. പിതാവേ, മാതാവേ, ഞങ്ങൾ തീർച്ചയായും മടങ്ങിവരും. മധുരയുടെ മഹത്വം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനിടയിൽ എല്ലാ ഗോപികമാരും ഗോപാലകന്മാരും അവിടെ ഒത്തുകൂടി. സങ്കടപ്പെട്ടും വിലപിച്ചും ഗോപികമാർ പറഞ്ഞു, ആരാണോ നിങ്ങൾക്ക് അക്രൂരൻ എന്ന് പേര് നൽകിയത്, അതുപോലെ അക്രൂര, നിങ്ങൾ വളരെ ക്രൂരനാണ്. നിങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കാനാണ്. രണ്ടാമതൊരു ഗോപിക പറഞ്ഞു, ഇല്ല സുഹൃത്തേ, അത് അക്രൂരൻ്റെ തെറ്റല്ല. നമ്മുടെ പരാതികൾ ശ്യാം സുന്ദറിനോടാണ്.
നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാർ, കുട്ടികൾ, വീടുകൾ എല്ലാം ഉപേക്ഷിച്ച് അവരുടെ സേവനത്തിനായി നമ്മളെ മുഴുവൻ സമർപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ വളരെ ക്രൂരമായി ഉപേക്ഷിക്കുകയാണ്. ഹേ മധുസൂദന, നീയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റാരുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ ഗോപികമാരും വീണ്ടും കണ്ണുനീർ വാർത്തു. അല്ലയോ ഭഗവാനെ, കംസൻ മഹാപാപിയാണ്. ശ്രീരാമൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗോപാലകന്മാരും രഥത്തെ വളഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ കൃഷ്ണ, നീ ഞങ്ങളെ ഇത്ര ക്രൂരമായി ഉപേക്ഷിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഓ കൻഹയ്യ, ഇന്ദ്രൻ, വരുണൻ, സനകാദികൾ, ബ്രഹ്മാവ് എന്നിവരും നിന്റെ മുൻപിൽ കുമ്പിടുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ നിന്നെ ദൈവമായി കണക്കാക്കിയിട്ടില്ല. നിന്നെ ഞങ്ങളുടെ സുഹൃത്തായി കണക്കാക്കിയിരിക്കുന്നു. നിനക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എൻ്റെ ബാല്യകാല സുഹൃത്തായ കൻഹയ്യ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ഭാവിയിലൊരിക്കലും ഞങ്ങൾ നിന്നെ വേദനിപ്പിക്കില്ല. നീ പോകാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചത്? എന്തിനാണ് നീ ഞങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ചത്? നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഹേ ദയാലുവായ സുഹൃത്തേ, നീ എപ്പോൾ മടങ്ങി വരുമെന്ന് ഞങ്ങളോട് പറയൂ. ഭഗവാൻ കൃഷ്ണൻ അവരെയെല്ലാം ആശ്വസിപ്പിക്കുകയും അവരിൽ പലരെയും തന്നോടൊപ്പം കൂട്ടുകയും ചെയ്തു. രഥം നീങ്ങാൻ തുടങ്ങി. രഥത്തിൻ്റെ പതാക കാഴ്ചയിൽ നിന്നും അദൃശ്യമാകുന്നിടത്തോളം സമയം ആളുകൾ കരയുകയും വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ കാഴ്ചകൾ അക്രൂരൻ്റെ കണ്ണുകളെപ്പോലും നനയിച്ചു. ഭഗവാൻ അപ്പോൾ അക്രൂരനോട് ചോദിച്ചു, അമ്മാവ, താങ്കൾ എന്തിനാണ് കരയുന്നത്? അക്രൂരൻ അമർത്തിയ സ്വരത്തിൽ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, കംസൻ മഹാപാപിയാണ്. അവൻ ഏത് വിധേനയും നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ എൻ്റെ ഹൃദയം പറയുന്നു, നിങ്ങളെ വൃന്ദാവനത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവിടുവാൻ. കാരണം കംസൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കൾ എന്നെ എന്നേക്കുമായി ശപിക്കും. അക്രൂരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ ഒരു മഹത്വബോധം തനിക്ക് അനുഭവപ്പെട്ടുവെന്ന് ഭഗവാന് മനസ്സിലായി. എന്നാൽ ഇപ്പോഴത് വാത്സല്യത്താൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അദ്ദേഹം തൻ്റെ ആശയക്കുഴപ്പം പരിഹരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഭഗവാൻ അക്രൂരനോട് പറഞ്ഞു, അമ്മാവ, മധുര ഇപ്പോഴും കുറച്ച് ദൂരെയാണ്. അതിനാൽ താങ്കൾ യമുനയിൽ ഇറങ്ങി ഒന്ന് കുളിക്കൂ. ഞങ്ങൾ രഥത്തിൽ തന്നെ കാത്തിരിക്കാം. കൃഷ്ണന്റെ ആവശ്യാർത്ഥം അക്രൂരൻ യമുനയിൽ ഇറങ്ങി കുളിക്കാനായി മുങ്ങിയപ്പോൾ ഭഗവാൻ തന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിന്റെയും നാരായണന്റെയും ഒരു ദർശനം അദ്ദേഹത്തിന് വെള്ളത്തിനടിയിൽ കാണിച്ചു കൊടുത്തു. അതിൽ അദ്ദേഹം തന്റെ 4 കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ വഹിച്ച് ശേഷനാഗത്തിന്റെ ശയ്യയിൽ വിശ്രമിക്കുന്നു. കൂപ്പ് കൈകളോടെ അക്രൂരൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, അല്ലയോ ഭഗവാനെ, ബ്രഹ്മാവിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നിലനിൽപ്പിന് കാരണം നിങ്ങളാണ്. അല്ലയോ ഭഗവാൻ, ഞാൻ വീണ്ടും വീണ്ടും അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കുന്നു. ഇപ്പോൾ ഞാൻ അങ്ങയെ തിരിച്ചറിയുന്നു. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമൻ തുടങ്ങിയ അവതാരങ്ങൾ സ്വീകരിച്ചത് നിങ്ങളാണ്. അങ്ങനെ കുളിയും ആരാധനയും കഴിഞ്ഞ് അക്രൂരൻ രഥത്തിലേക്ക് മടങ്ങി. അക്രൂരൻ്റെ മനസ്സിൽ നാരായണനെക്കുറിച്ച് ഒരു ഭക്തി ഉടലെടുത്തതായി ഭഗവാൻ കൃഷ്ണൻ മനസ്സിലാക്കി. ഭഗവാൻ ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥയിൽ ദയനീയത തോന്നുന്നു. വെള്ളത്തിനടിയിൽ അസാധാരണമായി നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? അല്ലയോ ഭഗവാനെ, ഇപ്പോൾ അങ്ങയുടെ കൃപ എന്നിൽ ചൊരിയണമേ. ദയവായി എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ ആതിഥ്യം സ്വീകരിക്കണമേ. പ്രിയരെ, വിഷ്ണുപുരാണത്തിൻ്റെ 13ാം വീഡിയോ ഇവിടെ നിർത്തട്ടെ. കൃഷ്ണന്റെ മധുര പ്രവേശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി 14ാമത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.